കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള കീബോർഡിനെ പറ്റിയും പോയിന്റിംഗ് ഡിവൈസ് ആയിട്ടുള്ള മൗസിനെ പറ്റിയും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി കുറേ അധികം ഇൻപുട്ട് ഡിവൈസുകളെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഈ ചിത്രത്തിൽ ഇടതുവശത്ത് ഒരു മനുഷ്യൻ അയാളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഡിവൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ശ്രദ്ധിച്ചോ? അയാളുടെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? പേനയാണോ? നിങ്ങൾക്ക് പേനയായിട്ടാണോ തോന്നുന്നത്? അപ്പം നമുക്ക് സാധാരണ മോണിറ്ററിൽ പേന വെച്ച് എഴുതാൻ കഴിയുമോ? ഇല്ലല്ലോ. നമ്മൾ ഇതുവരെ മോണിറ്ററിൽ പേന വെച്ച് നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് സാധാരണ ഒരു ഡിവൈസ് അല്ല, സാധാരണ ഒരു പേനയല്ല, അതാണ് ലൈറ്റ് പെൻ. ഈ ലൈറ്റ് പെൻ ഏത് ഷേപ്പിലാണ് ഉള്ളത്? അതിനെ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് സൈഡിലൊരു ഇമേജ് നിങ്ങൾ കണ്ടോ? ആ പിക്ചറിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏത് ഷേപ്പാണ് ഉള്ളത്? പേനയുടെ ഷേപ്പാണ് ഉള്ളത് അല്ലേ? ലൈറ്റ് പെൻ ഈസ് എ പോയിന്റിംഗ് ഡിവൈസ് ഷേപ്പ് ലൈക്ക് എ പെൻ. ലൈറ്റ് പെന്നിൻ്റെ ടിപ്പിൽ ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെൻ്റ് ഉണ്ട്. ലൈറ്റ് പെൻ സ്ക്രീനിൽ വെച്ച് കഴിയുമ്പോൾ ഇതേ ലൈറ്റ് സെൻസിറ്റീവ് എലമെൻറ്റ് സ്ക്രീനിലുള്ള ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ലൈറ്റ് പെൻ സ്ക്രീനിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ള ലൊക്കേഷൻ കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ലൈറ്റ് പെന്നിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നേട്ടം എന്താണ്? ലൈറ്റ് പെൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ ഡ്രോ ചെയ്യാം അല്ലെങ്കിൽ വരയ്ക്കാം എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്താൽ എന്താ പ്രത്യേകത? ഡയറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ ഡ്രോ ചെയ്യുന്നത് കൊണ്ട് ആക്യുറസി കൂടുതലായിരിക്കും, കൃത്യത കൂടുതലായിരിക്കും. അപ്പോൾ ഡ്രോ ചെയ്യാനാണ് ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ആരൊക്കെയാണ്? എൻജിനീയേഴ്സ്, ആർട്ടിസ്റ്റ്, ഫാഷൻ ഡിസൈനേഴ്സ്, ഡ്രോയിങ് പർപ്പസ് കൂടുതലായിട്ടുള്ള ആളുകളാണ് ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് നോക്കാം. ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു വ്യക്തി അയാളുടെ വിരൽ ഉപയോഗിച്ച് ഡിസ്പ്ലേ സ്ക്രീനിലെ ഒരു ഐക്കണിൽ ടച്ച് ചെയ്യുന്നു. ആ സ്ക്രീനാണ് ടച്ച് സ്ക്രീൻ. സ്ക്രീനിൽ ജസ്റ്റ് ടച്ച് ചെയ്തതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് അലൗസ് എ യൂസർ ടു ഓപ്പറേറ്റ് ബൈ സിംപ്ലി ടച്ചിങ് ഓൺ ദ ഡിസ്പ്ലേ സ്ക്രീൻ. ഇന്ന് കമ്പ്യൂട്ടറുകളിൽ, സ്മാർട്ട് ഫോണുകളിൽ, ടാബ്ലറ്റുകളിൽ ഒക്കെ ടച്ച് സ്ക്രീൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ടച്ച് സ്ക്രീൻ അല്ലേ അതിലുള്ളത്? ടച്ച് സ്ക്രീനുകളിൽ വിരലിന് പകരം സ്റ്റൈലസ് ഉപയോഗിക്കാം. സ്റ്റൈലസ് ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രെസിഷൻ അല്ലെ കൃത്യത കിട്ടും. കൂടാതെ നമ്മൾ വിരലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പോറലൊക്കെ വീഴും അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം എന്ന നിലയിൽ നമുക്ക് സ്റ്റൈലസിനെ പ്രയോജനപ്പെടുത്താം. ഇനി എവിടെയൊക്കെയാണ് ഈ ടച്ച് സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എവിടെയാണെന്ന്? ഓർമ്മ വന്നു അല്ലേ? ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾ ഓർത്തു അല്ലേ? ബാങ്കിലെ ATMകളിൽ, റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ കിയോസ്കുകളിലൊക്കെ ടച്ച് സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള ഗ്രാഫിക് ടാബ്ലറ്റ് എന്താണെന്ന് നോക്കാം. ഗ്രാഫിക് ടാബ്ലറ്റിനെ ഡിജിറ്റൈസിങ് ടാബ്ലറ്റ് അഥവാ ഡ്രോയിങ് ടാബ്ലറ്റ് അഥവാ ഗ്രാഫിക്സ് പാഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. സാധാരണ നിങ്ങൾക്കൊരു ഇമേജ് ഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ പെൻസിലും പേപ്പറും ഒക്കെ എടുത്ത് ഡ്രോ ചെയ്യും. അതുപോലെ തന്നെ ഇമേജസിനെ അല്ലെങ്കിൽ ഗ്രാഫിക്സിനെ ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഗ്രാഫിക് ടാബ്ലറ്റ് അലൗസ് വൺ ടു ഹാൻഡ് ഡ്രോ ഇമേജസ് ആൻഡ് ഗ്രാഫിക്സ്. ഗ്രാഫിക് ടാബ്ലറ്റുകളിൽ ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയയും ആ റൈറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സ്പെഷ്യൽ പേനയും ഉണ്ട്. ഗ്രാഫിക് ടാബ്ലറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ ആൻഡ് എ സ്പെഷ്യൽ പെൻ ദാറ്റ് വർക്ക്സ് വിത്ത് ഇറ്റ്. ഗ്രാഫിക്സ് അല്ലെ ഇമേജസും ഒക്കെയായി ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രാഫിക് ടാബ്ലറ്റ് ആരാണ് ഉപയോഗിക്കുന്നത്? ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ്, ആർട്ടിസ്റ്റ്, കാർട്ടൂണിസ്റ്റ്, ഫാഷൻ ഡിസൈനേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, ഇല്ലസ്ട്രേറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, ടീച്ചേഴ്സ് ഇവരൊക്കെയാണ് ഗ്രാഫിക് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഗ്രാഫിക് ടാബ്ലറ്റുകൾ സ്റ്റൈലസ് ഉപയോഗിക്കുന്നു. സ്റ്റൈലസ് പേന പോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾ കേട്ടതാണല്ലേ സ്റ്റൈലസിനെ കുറിച്ച്. അത് ഗ്രാഫിക്സ് ടാബ്ലറ്റിൻ്റെ സർഫസിൽ കൂടി മൂവ് ചെയ്യിക്കുന്നു. ഗ്രാഫിക്സ് ടാബ്ലറ്റിലെ പേന പ്രഷർ സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ പേന വെച്ച് ഹാർഡ് പ്രഷറും സോഫ്റ്റ് പ്രഷറും ഒക്കെ കൊടുക്കാൻ പറ്റും. ഗ്രാഫിക്സ് ടാബ്ലറ്റുകളിലുള്ള ഗ്രാഫിക്സ് പ്രോഗ്രാമിനനുസരിച്ച് സോഫ്റ്റ് പ്രഷറും ഹാർഡ് പ്രഷറും ഒക്കെ കണക്കാക്കി ഡിഫറെൻറ്റ് വിഡ്ത്തിലുള്ള ബ്രഷ് സ്ട്രോക്സ് ഉണ്ടാകും. ചിത്രത്തിൽ കാണുന്ന അടുത്ത ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നൊന്ന് പറയാമോ? കുറച്ച് കുട്ടികളെങ്കിലും ഇതിൻ്റെ മുൻപിൽ ഇരുന്നാണെന്ന് ഓൺലൈൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏത് ഇൻപുട്ട് ഡിവൈസാണ് ഇത്? ലാപ്ടോപ്പിൻ്റെ
ടച്ച് പാഡ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതല്ലേ ഇൻപുട്ട് ഡിവൈസ് ആണല്ലേ? മൗസിന് പകരം ലാപ്ടോപ്പുകളിൽ പോയിന്ററിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് പാഡ്. ഇനി ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്? ടച്ച് പാഡ്, അതിന് താഴെ ലെഫ്റ്റ് ബട്ടൺ, കൂടാതെ റൈറ്റ് ബട്ടണും ഉണ്ട്. ടച്ച് പാഡ് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നത് ബൈ സെൻസിങ് ദ യൂസേഴ്സ് ഫിംഗർ മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഡൗൺവേർഡ് പ്രഷർ. അതിൻ്റെ ഫിംഗർ മൂവ്മെൻറ്റും കൂടാതെ അതിൻ്റെ പ്രഷറും നോക്കി കണക്കാക്കിയിട്ടാണ് ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് ഡിവൈസ് നിങ്ങൾക്ക് പരിചയമുള്ളതാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് മറ്റൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇതിൻ്റെ പേരാണ് ജോയ്സ്റ്റിക്. ജോയ്സ്റ്റിക് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? ഗെയിംസ് പ്ലേ ചെയ്യാനാണല്ലേ? ഗെയിംസ് കളിക്കാൻ വേണ്ടി നമ്മൾ ജോയ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ കുട്ടികളെങ്കിലും ഇത് കണ്ടിട്ടും ഉണ്ടാകും അല്ലേ? കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ടാകാം. കമ്പ്യൂട്ടർ ഗെയിംസിലെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ജോയ്സ്റ്റിക് ഉപയോഗിക്കുന്നു. ജോയ്സ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ ലിവറും ബട്ടൺസുമാണ്. ലിവർ പോയിന്ററിനെ സ്ക്രീനിൽ മൂവ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ബട്ടൺസ് ഓപ്ഷൻസിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലിവർ ഈസ് യൂസ് ടു മൂവ് ദ പോയിന്റർ ഓൺ ദ സ്ക്രീൻ ആൻഡ് ബട്ടൺസ് ആർ യൂസ് ടു സെലക്ട് ദി ഓപ്ഷൻസ്. ഓഡിയോ വിഷ്വൽ ഇൻപുട്ട് ഡിവൈസ്. ഓഡിയോ എന്ന് വെച്ചാൽ ശബ്ദം, വിഷ്വൽ എന്ന് വെച്ചാലോ ദൃശ്യങ്ങൾ. അത്തരത്തിൽ ശബ്ദം, ദൃശ്യം ഇവ ഇൻപുട്ട് ചെയ്യാവുന്ന ഓഡിയോ വിഷ്വൽ ഇൻപുട്ട് ഡിവൈസുകളായ സ്കാനർ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാം, CCTV ഇവ ഓരോന്നും നമുക്ക് നോക്കാം. സ്കാനർ ഈ ചിത്രത്തിലിരിക്കുന്നത് സ്കാനറാണല്ലേ? സ്കാനർ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിലോ സ്കൂളിൻ്റെ ഓഫീസിലോ ഒക്കെ സ്കാനർ ഉണ്ടാകും. സ്കൂൾ തുറന്ന് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചറിനോട് പറഞ്ഞാൽ ടീച്ചർ നിങ്ങൾക്ക് സ്കാനർ കാണിച്ചു തരും. സ്കാനർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് വിച്ച് ഫങ്ഷൻസ് ലൈക്ക് എ ഫോട്ടോ കോപ്പിയിങ് മെഷീൻ. സ്കാനർ ഒരു ഫോട്ടോ കോപ്പിയിങ് മെഷീനെ പോലെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്താ ഫോട്ടോ കോപ്പിയിങ് മെഷീൻ്റെ പ്രത്യേകത? ഫോട്ടോ കോപ്പിയുടെ പ്രത്യേകത എന്താ? ഫോട്ടോ കോപ്പി എടുക്കാൻ പോകുന്നു. നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തത് ഒരു വരച്ചതിൻ്റെയോ അച്ചടിച്ചതിൻ്റെയോ എഴുതിയതിൻ്റെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ഫോട്ടോ കോപ്പി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? തനി പകർപ്പാണ് കിട്ടുന്നത്. എക്സാക്റ്റ് കോപ്പിയാണ് കിട്ടുന്നത്. ഫോട്ടോ കോപ്പിയർ വെച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിന് നിങ്ങൾ ഫോട്ടോ കോപ്പിയിങ് എന്ന് പറയുന്ന പോലെ സ്കാനർ വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സ്കാനിങ്. ഈ ചിത്രത്തിൽ തുറന്നുള്ള സ്കാനർ നിങ്ങൾ കാണുന്നു അല്ലേ? സ്കാനറിൻ്റെ ഗ്ലാസ് പ്ലേറ്റ്, സ്കാനറിൽ എന്തുണ്ട്? ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ആ ഗ്ലാസ് പ്ലേറ്റിലാണ് സ്കാൻ ചെയ്യാനുള്ള പേപ്പർ നമ്മൾ വെക്കുന്നത്. നമ്മൾ വെക്കുന്ന പേപ്പറിലുള്ള പിക്ചറിനെ, ടെക്സ്റ്റിനെ ഒക്കെ സ്കാനർ എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്കാൻ ചെയ്ത പിക്ചർ ആയാലും ഡോക്യുമെൻ്റ് ആയാലും കമ്പ്യൂട്ടറിൽ നമുക്ക് സേവ് ചെയ്യാം. ഈ സേവ് ചെയ്തതിന് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുകയും ആകാം. സ്കാൻ ചെയ്ത് കിട്ടുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി സ്കാനറിൻ്റെ റെസൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്കാൻ ചെയ്ത ഇമേജിൻ്റെ റെസൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് DPIയിലാണ്. അപ്പം DPI കൂടുന്നതനുസരിച്ച് ബെറ്റർ വിൽ ബി ദ റെസൊല്യൂഷൻ ഓഫ് ദ സ്കാൻ. ഈ ചിത്രത്തിൽ കാണുന്ന ഇൻപുട്ട് ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ഉണ്ടല്ലേ? അതാണ് മൈക്രോഫോൺ. ഹ്യൂമൻ വോയിസിനെ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് മൈക്രോഫോൺ. ഈ മൈക്രോഫോണിനെ നമ്മൾ കമ്പ്യൂട്ടറിനോട് അറ്റാച്ച് ചെയ്യും. അനലോഗ് നേച്ചറിലുള്ള സൗണ്ടിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മൈക്രോഫോൺ കൺവേർട്ട് ചെയ്യും. പിന്നീട് വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്യുകയോ പ്ലേബാക്ക് ചെയ്യുകയോ ഒക്കെ ആകാം. ചിത്രത്തിൽ കാണുന്ന ഹെഡ്ഫോണിൻ്റെ കൂടെ എന്തുണ്ട്? മൈക്രോഫോൺ ഉണ്ട് അല്ലേ? ചാറ്റ് ആപ്ലിക്കേഷൻസിനായിട്ട് നാം ഈ മൈക്രോഫോൺ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ ക്യാമറ പിക്ചേഴ്സ്, വീഡിയോസ് ഒക്കെ എടുത്ത് അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന പിക്ചേഴ്സ്, വീഡിയോസ് അതിനുള്ളിലുള്ള മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഡിജിറ്റൽ ക്യാമറയെ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്താൽ എടുത്ത പിക്ചേഴ്സ് അല്ലെ വീഡിയോസിനെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്വാളിറ്റി ഓഫ് ലെൻസ്, ഡെൻസിറ്റി ഓഫ് ചാർജ് കപ്പിൾ ഡിവൈസ്, റെസൊല്യൂഷൻ, ഒപ്റ്റിക്കൽ സൂം, സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ദ ക്യാമറ. ഇത്രയും കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത പിക്ചറിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. റെസൊല്യൂഷൻ എപ്പോഴും മെഷർ ചെയ്യുന്നത് മെഗാ പിക്സലിലാണ്. സാധാരണഗതിയിൽ 2 to 24 മെഗാ പിക്സൽ വരെ റെസൊല്യൂഷൻ നമ്മൾ പറയും. ഒപ്റ്റിക്കൽ സൂം റേഞ്ച് ചെയ്യുന്നത് 3x to 60x വരെയാണ്. വെബ് ക്യാം.
It is a compact and less expensive version of a digital camera. ഡിജിറ്റൽ ക്യാമറയുടെ ലെസ് എക്സ്പെൻസീവ് വേർഷനാണ് വെബ് ക്യാം. കമ്പ്യൂട്ടറുകളിൽ വീഡിയോ ചാറ്റിങ്ങിനായിട്ട് വെബ് ക്യാം ഉപയോഗിക്കുന്നു. വെബ് ക്യാമിന് ഇൻറ്റേർണൽ മെമ്മറി ഇല്ല. വെബ് ക്യാം ലൈവ് വീഡിയോയെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പ് മോണിറ്ററുകളിൽ ടോപ്പ് പൊസിഷനിൽ ചെയ്തു വച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ ടോപ്പ് പൊസിഷനിലുള്ളത്? വെബ് ക്യാം അല്ലേ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലാണെങ്കിൽ വെബ് ക്യാം എക്സ്റ്റേർണലി കണക്ട് ചെയ്യാം. സ്കൈപ്പ്, യാഹു മെസ്സഞ്ചർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ ഇമേജസിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് വെബ് ക്യാം ഉപയോഗിക്കുന്നു. ക്ലോസ്ഡ് സർക്യൂട്ട് TV അഥവാ CCTV. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് CCTV. നമുക്ക് ചുറ്റും നോക്കിയാൽ സ്കൂളുകളിൽ, കമ്പനികളിൽ, ഓഫീസുകളിൽ, ഷോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, മോളുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള സുരക്ഷ വേണ്ടിടത്തൊക്കെ, ഈവൻ ഇന്ന് വീടുകളിൽ വരെ CCTV നമുക്ക് കാണാൻ കഴിയും. CCTV ഒരു അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റമാണ്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടിടത്തൊക്കെ നമ്മൾ CCTV ഉപയോഗിക്കുന്നു. CCTV ഇമേജസിനെയും വീഡിയോസിനെയും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് നൽകും. അടുത്തത് ഇൻപുട്ട് കാർഡ് റീഡേഴ്സ്. അതിൽ ഒന്നാമത്തേത് സ്മാർട്ട് കാർഡ് റീഡർ ഓർ ചിപ്പ് റീഡറും രണ്ടാമത്തത് മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡറുമാണ്. ഇവ രണ്ടിനെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സ്മാർട്ട് കാർഡ് റീഡർ അല്ലെങ്കിൽ ചിപ്പ് റീഡറിൽ ഈ സ്മാർട്ട് കാർഡ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. സ്മാർട്ട് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് ദാറ്റ് സ്റ്റോഴ്സ് ആൻഡ് ട്രാൻസാക്ട്സ് ഡേറ്റ. ഡേറ്റ സ്റ്റോർ ചെയ്യുകയും ട്രാൻസാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് കാർഡ്. ഇടതുവശത്തുള്ള ചിത്രത്തിൽ നിങ്ങളൊരു സ്മാർട്ട് കാർഡും അതിനെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് കാർഡ് റീഡറിനെയും കാണുന്നുണ്ടല്ലോ. സ്മാർട്ട് കാർഡ് എന്താ? ചെറിയ പ്ലാസ്റ്റിക് കാർഡ് അല്ലേ? ആ പ്ലാസ്റ്റിക് കാർഡിൽ ചിപ്പിനെ ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ ചേർക്കുകയോ ചെയ്തിട്ടുണ്ടാകും. ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ചിപ്പിൻ്റെ മെമ്മറിയിലാണ്. ചിപ്പിൻ്റെ മെമ്മറിയിലുള്ള ഡേറ്റയെ ചിപ്പ് റീഡർ റീഡ് ചെയ്യുന്നു. സ്മാർട്ട് കാർഡ് മേ കണ്ടെയ്ൻ എ മെമ്മറി ഓർ എ മൈക്രോ പ്രോസസ്സർ. സ്മാർട്ട് കാർഡിൽ മെമ്മറി യൂണിറ്റോ മൈക്രോ പ്രോസസ്സറോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ മെമ്മറി കാർഡിലാണെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക മാത്രമേ ചെയ്യൂ. എന്നാൽ മൈക്രോ പ്രോസസ്സർ യൂണിറ്റ് ഉള്ള കാർഡാണെങ്കിൽ മെമ്മറിയിലുള്ള ഡേറ്റയെ ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. സ്മാർട്ട് കാർഡിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, ബാങ്കിങ് ഇൻഫർമേഷൻ തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കാം. നൗ സ്മാർട്ട് കാർഡ് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് സച്ച് എസ് ബാങ്കിങ്, ഹെൽത്ത് കെയർ, ടെലിഫോൺ കോളിംഗ്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെയാണ് സ്മാർട്ട് കാർഡുകൾ ഉപയോഗിക്കുന്നത്. ഈ സ്മാർട്ട് കാർഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിൽ സ്മാർട്ട് കാർഡ് റീഡർ എന്തായിരിക്കും? സ്മാർട്ട് കാർഡിലുള്ള ഡേറ്റയെ ആക്സസ് ചെയ്യാനുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ് സ്മാർട്ട് കാർഡ് റീഡർ. സ്മാർട്ട് കാർഡ് റീഡർ രണ്ട് ടൈപ്പിലുണ്ട്. കോണ്ടാക്ട് ടൈപ്പിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്മാർട്ട് കാർഡും കോണ്ടാക്ട് ലെസ് ടൈപ്പിലുള്ള സ്മാർട്ട് കാർഡും ഉണ്ട്. ഇൻപുട്ട് കാർഡ് റീഡർ ആയിട്ടുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡർ ക്രെഡിറ്റ് കാർഡുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അവയിൽ മാഗ്നറ്റിക് സ്ട്രിപ്പുകൾ കാണാം. ഈ മാഗ്നറ്റിക് സ്ട്രിപ്പിൽ യൂസേഴ്സിൻ്റെ ഡേറ്റ മാഗ്നറ്റൈസ്ഡ് ഡോട്ട്സിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യും. ഇവിടെ യൂസേഴ്സിൻ്റെ ഡേറ്റ എന്ന് പറയുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ, കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, കസ്റ്റമർ നെയിം, ഇതൊക്കെയാണ് ഇവിടെ യൂസേഴ്സിൻ്റെ ഡേറ്റ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഡേറ്റയെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചാലോ നമുക്ക് കുറച്ചധികം സമയം എടുക്കും. നമ്മൾ അതെല്ലാം ടൈപ്പ് ചെയ്ത് വരാൻ നമുക്ക് കുറച്ച് കൂടുതൽ സമയം പിടിക്കും. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് തെറ്റും വരാനുള്ള സാധ്യത ഉണ്ട്. മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡറിൻ്റെ സ്ലോട്ടിൽ കൂടി നമ്മൾ ആ കാർഡിനെ സ്വൈപ്പ് ചെയ്യുന്നത് വഴി കാർഡിലുള്ള ഡേറ്റ മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡർ റീഡ് ചെയ്യുന്നു. മാഗ്നറ്റിക് സ്ട്രിപ്പ് അലൗസ് ഇൻപുട്ടിംഗ് ഓഫ് ദിസ് ഡേറ്റ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ്ലി ദെൻ ടൈപ്പിംഗ്. ഇൻപുട്ട് റീഡിംഗ് ടെക്സ്റ്റ് ഓർ കോഡ്സ്. ഈ കാറ്റഗറിയിൽ പെടുന്ന ബാർകോഡ് റീഡർ, ക്വിക്ക് റെസ്പോൺസ് ഓർ QR കോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഓർ OMR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഓർ MICR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഓർ OCR എന്നിവയെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ബാർകോഡ് റീഡർ. ഇതിലെന്താണ് ബാർകോഡ്? ചിത്രത്തിൽ വ്യത്യസ്ത വീതിയിലുള്ള ഒരു കൂട്ടം വരകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് ബാർകോഡ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ബാർകോഡ് ഈസ് എ സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് of different thickness and spacing that represent a number.
ഇത്തരത്തിലുള്ള ബാർകോഡുകളെ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ബാർകോഡ് റീഡേഴ്സ്. ബാർകോഡ് റീഡേഴ്സ് ആർ ഡിവൈസസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഇൻപുട്ട് ഡേറ്റ ഫ്രം സച്ച് സെറ്റ് ഓഫ് ബാർകോഡ്സ്. ഈ കോഡുകളെ ആൽഫ ന്യൂമറിക് വാല്യൂവായി കൺവേർട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. കീ യൂസ് ചെയ്ത് ഈ കോഡുകളെ നമ്മൾ എൻട്രി ചെയ്യാൻ ശ്രമിച്ചാലോ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുമോ? തെറ്റില്ലാതെ ചെയ്യാൻ പറ്റുമോ? ഉറപ്പില്ല അല്ലേ? അപ്പം ബാർകോഡ് റീഡർ ആകുമ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല. നിങ്ങൾ ഈ ബാർകോഡ്സിനെ കാണണമെങ്കിൽ ഷോപ്പിലെ ഐറ്റംസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ലൈബ്രറിയിൽ ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ബാർകോഡുകൾ കാണാൻ കഴിയും. QR കോഡ് റീഡർ. അതിലെന്താണ് QR കോഡ്? ബാർകോഡ് എന്താണ് നിങ്ങൾ കേട്ടു. QR കോഡ് എന്താണ്? QR കോഡ്സ് ആർ സിമിലർ ടു ബാർകോഡ്സ്. ബാർകോഡ്സിനെ പോലെയൊക്കെ തന്നെയാണ് QR കോഡ്സും. ബാർകോഡ്സ് സിംഗിൾ ഡയമെൻഷനിലാണ്, അതേസമയം QR കോഡ്സ് 2 ഡയമെൻഷനിലാണ്. QR കോഡ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? 2 ഡയമെൻഷനിലായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. വെബ്സൈറ്റിൻ്റെ URL, പ്ലെയിൻ ടെക്സ്റ്റ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഇത്തരത്തിലുള്ള കുറച്ചധികം വരുന്ന ഡേറ്റയെ നമുക്ക് QR കോഡിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. QR കോഡിനെയും റീഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം? ബാർകോഡ് റീഡർ വെച്ച് തന്നെ നമുക്ക് ഈ QR കോഡിനെയും റീഡ് ചെയ്യാം. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഓർ OMR. നിങ്ങളെല്ലാവരും തന്നെ PSC പരീക്ഷയെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്തിനാണ് PSC പരീക്ഷ എഴുതുന്നത്? സർക്കാർ ജോലിക്കായിട്ട് അല്ലേ? PSC എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആൻസറൊക്കെ എഴുതാനായിട്ട് കിട്ടുന്നത് എന്ത് ഷീറ്റാണ്? OMR ഷീറ്റാണ്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ ഷീറ്റ് അല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ പേനയോ പെൻസിലോ വെച്ചിട്ട് ബബിൾ ചെയ്യുന്നു. ആൻസർ ഏതാണെന്ന് വെച്ചാൽ ആ റൗണ്ട് നോക്കിയിട്ട് നമ്മൾ ബബിൾ ചെയ്യും. ഒറ്റ ഷീറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ആൻസേഴ്സ്, ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും OMR ഷീറ്റ് ആകുമ്പോൾ. OMR is an input device that recognizes marks made by a pen or pencil in a multiple choice type form. OMR can read the marks and feed the data to a computer. Magnetic ink character reader or MICR. MICR reads the data returned by the magnetic ink. ബാങ്കിൻ്റെ ചെക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഒരു ബാങ്കിൻ്റെ ചെക്കിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങളൊന്ന് നോക്കിക്കേ. കുറേ ഡീറ്റെയിൽസ്, കുറേ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? ചെക്കിൻ്റെ അടിയിൽ ചെക്ക് നമ്പർ ഉണ്ട്. ചെക്ക് നമ്പറൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെക്ക് നമ്പർ സ്പെഷ്യൽ ഫോണ്ടിൽ സ്പെഷ്യൽ മാഗ്നറ്റിക് ഇങ്ക് യൂസ് ചെയ്താണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ സ്പെഷ്യൽ ഇങ്ക് വെച്ച് സ്പെഷ്യൽ ഫോണ്ടിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ റീഡ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് വളരെ വേഗത്തിലും കൃത്യമായിട്ടും ഫീഡ് ചെയ്യും. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ OCR is a software technology. ഇതൊരു ടെക്നോളജിയാണ് that convert images of text into an actual text file. OCR ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റിനെ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കിട്ടിയ ഇമേജിനെ OCR സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട് കണ്ടാൽ അതിലുള്ള ടെക്സ്റ്റ് ഹാൻഡ് വെച്ച് ടൈപ്പ് ചെയ്തതാണെന്ന് തോന്നും. നമ്മുടെ കൈ വെച്ച് ടൈപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണെന്ന് നമുക്ക്. അടുത്തത് ഇൻപുട്ട് സെൻസേഴ്സ്. ഒരു കമ്പ്യൂട്ടറിന് റിയൽ വേൾഡ് ഡേറ്റയെ ലൈറ്റ്, ഡാർക്ക്, ഹോട്ട്, കോൾഡ്, ക്വൈറ്റ്, നോയ്സി അത്തരത്തിലുള്ളതാണ് റിയൽ വേൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡേറ്റയെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ? കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ ഐസ് വെച്ച് നമുക്ക് സെൻസ് ചെയ്യാം. ഹോട്ടാണോ കോൾഡ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മുടെ സ്കിന്ന് വെച്ചിട്ട് നമുക്ക് അറിയാൻ കഴിയും. ക്വൈറ്റ് ആണോ നോയ്സി ആണോ എന്ന് അറിയാനായിട്ട് നമ്മുടെ ഇയേഴ്സ് വെച്ച് പറ്റും. ഇത്തരത്തിൽ ഐസ്, ഇയേഴ്സ്, മൗത്ത്, നോസ്, സ്കിന്നൊക്കെ വെച്ച് സെൻസ് ചെയ്യേണ്ട ഡേറ്റയെ റീഡ് ചെയ്യാനായിട്ട് സെൻസേഴ്സ് എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നു. A sensor is a device that senses the real world data, light such as light, dark, hot, cold, quiet, noisy and converts it into digital data to be processed by the computer. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻപുട്ട് സെൻസറുകളെ പറ്റിയാണ് നമ്മളിനി പറയുന്നത്. റിമോട്ട് കൺട്രോളും ബയോമെട്രിക് സെൻസറും. റിമോട്ട് കൺട്രോൾ ഒരു കോമൺലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നൊരു ഇൻപുട്ട് ഡിവൈസാണ് റിമോട്ട് കൺട്രോൾ. റിമോട്ട് കൺട്രോൾ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് സെൻസ് ഡേറ്റ സിഗ്നൽസ് ഈച്ച് ടൈം എ ബട്ടൺ ഈസ് പ്രസ്ഡ് യൂസിങ് ഇൻഫ്രാറെഡ് ലൈറ്റ് ഓർ റേഡിയോ സിഗ്നൽസ് അല്ലേ? അപ്പം റിമോട്ട് കൺട്രോൾ ബട്ടൺ
പ്രസ് ചെയ്യുന്ന ഓരോ പ്രാവശ്യവും ഡേറ്റ സിഗ്നൽസിനെ സെൻഡ് ചെയ്യും. കുറച്ച് അകലെ നിന്നുകൊണ്ട് തന്നെ റിമോട്ട് കൺട്രോളിന് സിഗ്നൽസിനെ അയച്ച് ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകൾ സ്ലൈഡ് ഷോയെ കൺട്രോൾ ചെയ്യാനും റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്നു. ബയോമെട്രിക് സെൻസേഴ്സ്. ഓരോ മനുഷ്യർക്കും യുണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? യുണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ്, റെറ്റിന, ഐറസ് പാറ്റേൺ ഒക്കെ ഓരോ വ്യക്തിക്കും യുണീക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ വേറെ ആർക്കും, ഒരാൾക്കുള്ളത് വേറെ ആർക്കും, ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ വേറെ ഒരാൾക്കും ആ ഫിംഗർ പ്രിൻറ്റ് കാണത്തില്ല. അപ്പോൾ യുണീക്ക് ആയിരിക്കും. ഓരോ യൂസറിനെയും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അത്തരം ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഓരോ യൂസറിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും വെരിഫൈ ചെയ്യാനും ഓതൻറ്റിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഒരു ബയോമെട്രിക് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ ഡിവൈസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയോമെട്രിക് സെൻസേഴ്സ് ഉണ്ട്. സെമി കണ്ടക്ടർ സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ, അൾട്രാസൗണ്ട് സെൻസർ. കമ്പ്യൂട്ടറിനകത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഡേറ്റയോ ഇൻസ്ട്രക്ഷൻസോ ഒക്കെ കൊടുക്കുന്നത് ഏത് വഴിയായിരുന്നു? ഇൻപുട്ട് ഡിവൈസ് വഴിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അങ്ങോട്ടേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചു. അതുപോലെ തിരിച്ച് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് തരാനായിട്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നതിനെ നമുക്ക് എന്ത് വഴി? ഔട്ട്പുട്ട് ഡിവൈസ് വഴി നമുക്ക് കിട്ടും. കമ്പ്യൂട്ടറിനകത്ത് നിന്നും യൂസേഴ്സിന് റിസൾട്ട് പുറത്തേക്ക് നൽകുന്ന ഡിവൈസിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസുകളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സൗണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്. എന്താണ് സോഫ്റ്റ് കോപ്പി? ദ ഔട്ട്പുട്ട് ഓൺ ദ സ്ക്രീൻ ഈസ് കോൾഡ് എ സോഫ്റ്റ് കോപ്പി. സ്ക്രീനിൽ കാണുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയും? സോഫ്റ്റ് കോപ്പി എന്ന് പറയും. അപ്പോൾ സ്ക്രീൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ആകാം, സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ ആകാം അല്ലേ. Soft copy requires an electronic interface like computer or mobile to read and display. Soft copies can be shared through digital media. ഡിജിറ്റൽ ഷെയറിംഗ് മീഡിയ സച്ച് എസ് ഇമെയിൽ, വാട്സാപ്പ് എക്സെട്ര. ഇമെയിലോ വാട്സാപ്പോ ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലുള്ള സോഫ്റ്റ് കോപ്പിയെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോഫ്റ്റ് കോപ്പീസ് ആർ എഡിറ്റബിൾ. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം അല്ലേ. സോഫ്റ്റ് കോപ്പീസിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് കോപ്പിക്ക് ഉദാഹരണമാണ് ഇ ബുക്ക്, അതുപോലെ തന്നെ വേർഡ് ഡോക്യുമെൻറ്റ്സ്, പ്രസൻറ്റേഷൻ ഫയൽസ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? സോഫ്റ്റ് കോപ്പിക്ക് ഉദാഹരണമാണ്. സോഫ്റ്റ് കോപ്പി ഈസ് എ നോൺ പ്രിൻറ്റഡ് ഡോക്യുമെൻറ്റ് ഫയൽ. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് തരുന്ന ഡിവൈസുകളെ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നു. രണ്ട് ഉദാഹരണങ്ങളാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഓർ മോണിറ്ററും അതുപോലെ തന്നെ പ്രൊജക്ടറും. നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. CRT മോണിറ്റർ, എന്താണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ, LCD മോണിറ്റർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ, TFT മോണിറ്റർ, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്റർ, LED മോണിറ്റർ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ, ഗ്യാസ് പ്ലാസ്മ മോണിറ്റർ, ദെൻ organic light emitting diode monitor OLED and LCD പ്രൊജക്ടേഴ്സ്. ഇത്രയും സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ടാഞ്ചിബിൾ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട്സ് എന്ന് വെച്ചാൽ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന, സ്പർശിച്ച് നോക്കാൻ പറ്റുന്നതായിട്ടുള്ള ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞത്. ഹാർഡ് കോപ്പീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലൊരു ഹാർഡ് കോപ്പി ഉണ്ട്. ആ ഹാർഡ് കോപ്പി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരാൾക്ക് അത് കൊടുക്കാം അല്ലെ. എങ്ങനെ ഷെയർ ചെയ്യാം? നേരിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെ കൊറിയർ അയക്കാം. അങ്ങനെ ഹാർഡ് കോപ്പീസ് നമുക്ക് ഷെയർ ചെയ്യാം. ഹാർഡ് കോപ്പീസ് ആർ നോട്ട് എഡിറ്റബിൾ. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഹാർഡ് കോപ്പീസിന് ഉദാഹരണം ഒഫീഷ്യൽ ലെറ്റേഴ്സ്, നോട്ട്, ന്യൂസ് പേപ്പർ, മാഗസിൻ, ഇതൊക്കെയാണ് ഹാർഡ് കോപ്പിക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത്. ഹാർഡ് കോപ്പി ഈസ് എ പ്രിൻറ്റഡ് ഡോക്യുമെൻറ്റ് ഫയൽ. ഹാർഡ് കോപ്പി തരുന്ന ഡിവൈസുകളെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നു. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസിന് ഉദാഹരണമായിട്ട് പ്രിൻ്ററും പ്ലോട്ടറും ഒക്കെ നമുക്ക് പറയാം. സൗണ്ട് ഔട്ട്പുട്ട് ഡിവൈസ്. സൗണ്ട് ഔട്ട്പുട്ടായി തരുന്ന ഡിവൈസുകളെയാണ് സൗണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് സ്പീക്കറാണ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്, അതുപോലെ സൗണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇവിടെ കുറേ ഉദാഹരണങ്ങളെ നാം കേട്ടു. ഇനി അതിൽ ഓരോ ഔട്ട്പുട്ട് ഡിവൈസുകളെയും നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പരിചയപ്പെടാം. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഓർ VDU is an output device. VDU എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ദാറ്റ് കൺവേസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ ഇൻഫർമേഷൻ അല്ലേ. നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ആയാലും ഗ്രാഫിക്സ് ആയാലും വീഡിയോ ആയാലും ഒക്കെ എവിടെ നമുക്ക് കാണാൻ പറ്റും? സ്ക്രീനിൽ കാണാൻ പറ്റും. അതാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസ്. അതിൻ്റെ പ്രത്യേകതകൾ എപ്പോഴും സൈസ്, സ്ക്രീനിൻ്റെ സൈസ് നമ്മൾ പറയുന്നത് എന്തിലായിരിക്കും? ഇഞ്ചസിലായിരിക്കും അല്ലേ. നിങ്ങൾ 30 ഇഞ്ച് വരെയൊക്കെ മോണിറ്റേഴ്സൊക്കെ ഇപ്പോൾ സാധാരണ കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മൾ 14 ഇഞ്ചുള്ള മോണിറ്റർ,
20 ഇഞ്ചുള്ള മോണിറ്റർ, 24 ഇഞ്ചുള്ള മോണിറ്റർ എന്നൊക്കെ നിങ്ങൾ സൈസ് പറയുന്നത് എപ്പോഴും എന്തിലായിരിക്കും? സ്ക്രീനിൻ്റെ സൈസ് പറയുന്നത് എപ്പോഴും ഇഞ്ചിലായിരിക്കും. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ഇറ്റ് ക്യാൻ ഡിസ്പ്ലേ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിസ്പ്ലേ ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് പിക്സൽസിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വിഡ്ത്ത് ബൈ ഹൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 800/600 എന്ന് പറഞ്ഞാൽ എന്താ? 800 നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ പിക്സൽസ് ആൻഡ് 600 നമ്പർ ഓഫ് വെർട്ടിക്കൽ പിക്സൽസ്. അപ്പോൾ അങ്ങനെയാണ് റെസൊല്യൂഷൻ നമ്മൾ പറയുന്നത്. റെസൊല്യൂഷൻ 800/600, 1024/768 ഓർ 1600/1200 ഇങ്ങനെയൊക്കെയുള്ള റെസൊല്യൂഷൻസ് ആണ് നിങ്ങൾ സാധാരണ കേൾക്കാറുള്ളത്. അടുത്തത് ഡോട്ട് പിച്ച് എന്ന് പറയുന്നത് പിക്സൽ സ്പേസിങ് ഓൺ ദ സ്ക്രീൻ, അതിനെയാണ് ഡോട്ട് പിച്ച് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡോട്ട്സ് യൂസ് ടു ഡിസ്പ്ലേ ദ ഇമേജ് ഓൺ ദ സ്ക്രീൻ, അതാണ് ഡോട്ട് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോളർ ഡോട്ട് പിച്ച് ആകുമ്പോഴത്തേക്ക് ഇമേജ് ഷാർപ്പർ ആയിക്കൊണ്ടിരിക്കും അല്ലേ? ഷാർപ്പർ ഇമേജ് ആണെങ്കിൽ സ്മോളർ ഡോട്ട് പിച്ച് ആയിരിക്കും. ഇനി റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ എ പിക്സൽ ടു ടേൺ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ബ്രൈറ്റ്നസ് ടു എ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ്. അപ്പം ബ്രൈറ്റ്നസ് എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ഡാർക്ക്നെസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ടൈം ടേക്ക് ചെയ്യുന്ന ടൈമും, അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിൽ നിന്ന് ബ്രൈറ്റ്നസ്സിലേക്ക് വരാനുള്ള ടൈം, അതിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോണിറ്ററാണ് CRT മോണിറ്റർ അല്ലേ? ഫ്ലാറ്റ് LCD വന്നതോടുകൂടിയാണ് CRT നമ്മൾ ഉപയോഗിക്കാതെ ആയത്. CRT മോണിറ്റർ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് പഴയ TV യെ പോലെ അല്ലേ? പഴയ ഒരു TV യെ നിങ്ങൾക്ക് പഴയ കാലത്തെ TV നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പഴയ ഒരു TVയുടെ രീതിയാണ് CRT മോണിറ്ററിനുള്ളത്. അതിൻ്റെ സൈസ് എപ്പോഴും ലാർജർ ആയിരിക്കും, ഹെവി ആയിരിക്കും, നല്ല ഭാരമുള്ളതായിരിക്കും. അതുപോലെ CRT മോണിറ്ററിൽ കാഥോഡ് റേ ട്യൂബ് ഉള്ളത് കൊണ്ട് തന്നെ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെ, അത് ഉപയോഗിക്കുന്ന ഉപഭോഗം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൂടുതലായിരിക്കും അല്ലേ? ഇലക്ട്രിസിറ്റിയുടെ ഉപഭോഗം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ CRT മോണിറ്റർ 2 ഫോമിലുണ്ട്. മോണോക്രോം മോണിറ്ററും ഉണ്ട്, കളർ മോണിറ്ററും ഉണ്ട്. മോണോക്രോം മോണിറ്റർ ഡിസ്പ്ലേ ക്യാരക്ടർ ആൻഡ് ഇമേജസ് ഇൻ എ സിംഗിൾ കളർ ഓൺ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കളർ മോണിറ്റർ യൂസസ് 3 ഡിഫറെൻറ്റ് ബേസിക് കളേഴ്സ്. ഏതൊക്കെ 3 കളറാണ് കളർ മോണിറ്റർ യൂസ് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള 3 ഡിഫറെൻറ്റ് കളർ ഉപയോഗിക്കുന്നു. റെഡ്, ബ്ലൂ, ഗ്രീന് ടു ഡിസ്പ്ലേ 16 to 1 million ഡിഫറെൻറ്റ് കളേഴ്സ്. ഇപ്പോൾ മോണോക്രോം മോണിറ്റർ എപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്ന ക്യാരക്ടറും ഇമേജസും സിംഗിൾ കളറിലായിരിക്കും. ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ. കളർ മോണിറ്റർ ആണെങ്കിലോ ഡിഫറെൻറ്റ് കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യും അല്ലേ? ഏകദേശം 16 to 1 million ഡിഫറെൻറ്റ് കളേഴ്സ് വരും. അത് ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്? റെഡ്, ബ്ലൂ, ഗ്രീൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. CRT മോണിറ്റേഴ്സ് കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത്, മുൻഗണന കൊടുത്ത് ഉപയോഗിക്കുന്നത് ആർട്ടിസ്റ്റും അതുപോലെ ഗെയിമേഴ്സും. ഇപ്പോൾ ആർട്ടിസ്റ്റും ഗെയിമേഴ്സും ഒക്കെ ആയിരുന്നു CRT മോണിറ്റേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫ്ലാറ്റ് പാനൽ മോണിറ്ററിൻ്റെ പ്രത്യേകത വളരെ കനം കുറഞ്ഞതാണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ കുറച്ച് പവർ മതി, പുറത്തുവിടുന്ന ചൂട് CRT മോണിറ്ററിനെ അപേക്ഷിച്ച് കുറവാണ്. ഫ്ലാറ്റ് പാനൽ മോണിറ്റർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പുകളിലാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് പാനൽ മോണിറ്റർ ഉണ്ട്. LCD, LED, ഓർഗാനിക് LED. ഇത് മൂന്നുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് പാനൽ മോണിറ്റർ. LCD മോണിറ്റർ ലിക്വിഡ് ക്രിസ്റ്റൽ മോളിക്യൂൾസിനെ യൂസ് ചെയ്യുന്നു. ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ലിക്വിഡ് ക്രിസ്റ്റൽ മോളിക്യൂൾസിനെ യൂസ് ചെയ്യുന്നു. എന്നാൽ LED മോണിറ്ററുകളാണെങ്കിലോ ഡിസ്പ്ലേക്ക് വേണ്ടി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിനെ യൂസ് ചെയ്യുന്നു. LED മോണിറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബെറ്റർ കളർ ക്വാളിറ്റി, അതുപോലെ ക്ലാരിറ്റി, വൈഡർ വിവിങ് ആംഗിൾ, ഫാസ്റ്റർ റിഫ്രഷ് റേറ്റ്, പവർ സേവിങ്, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്താണ്? എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. LED മോണിറ്റർ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. പ്ലാസ്മ മോണിറ്റേഴ്സ്, ഇതും ഒരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ തന്നെയാണ്. സർഫസിൽ പാരലൽ ഇലക്ട്രോഡുകൾ ഉള്ള 2 സീൽഡ് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ നിയോൺ ഓർ സെനോൺ ഗ്യാസിനെ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ് പ്ലാസ്മ മോണിറ്റർ. വോൾട്ടേജിനെ ഈ 2 ഇലക്ട്രോഡുകളുടെ ഇടയിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഗ്യാസ് ഡിഫറെൻറ്റ് കളറായിട്ട് പ്രകാശിച്ച് മോണിറ്ററിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. OLED അഥവാ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. OLED മോണിറ്റർ നിർമ്മിച്ചിരിക്കുന്നത് മില്യൺസ് ഓഫ് ടൈനി LEDs വെച്ചിട്ടാണ്. OLED യുടെ O എന്ന് പറയുന്നത് ഓർഗാനിക്, ഒരു സ്പെഷ്യൽ ഓർഗാനിക് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നു. There is carbon in the light emitting layer of the panel.
തിന്നർ ആൻഡ് ലൈറ്റർ ദാൻ LCD ആൻഡ് LED ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ ക്വാളിറ്റി ഇമേജസ്, ബെറ്റർ വിവിങ് ആംഗിൾ, കൺസ്യൂം ലെസ് പവർ. ഇതാണ് OLED മോണിറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, വളരെ വില കൂടുതലാണ്. LCD പ്രൊജക്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് ഓഡിയൻസ് ഉള്ളിടത്ത് നമുക്ക് തോന്നും കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേ വേണം എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു പെർട്ടിക്കുലർ സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സർഫസിലേക്കോ നമ്മുടെ മോണിറ്ററിൻ്റെ ഡിസ്പ്ലേ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ LCD പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത്. വീഡിയോയോ ഇമേജോ കമ്പ്യൂട്ടർ ഡേറ്റയോ ഒക്കെ നമുക്ക് വലിയ സ്ക്രീനിൽ കാണിക്കാൻ നമ്മൾ LCD പ്രൊജക്ടർ. പ്രിൻ്റർ ഈസ് എ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് പ്രിൻ്റർ ഉപയോഗിക്കുന്നത്. 2 ഫാക്ടേഴ്സ് ആണ് പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. ഒന്ന് റെസല്യൂഷൻ, 2 സ്പീഡുമാണ്. റെസല്യൂഷൻ മെഷർ ചെയ്യുന്നത് DPIയിലാണ്. സ്പീഡ് മെഷർ ചെയ്യുന്നതാണെങ്കിലോ ക്യാരക്ടേഴ്സ് പ്രിൻറ്റഡ് ഇൻ എ യൂണിറ്റ് ഓഫ് ടൈം. ഇപ്പോൾ സ്പീഡ് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, ലൈൻസ് പെർ മിനിറ്റ്, പേജസ് പെർ മിനിറ്റ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പീഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടെക്നോളജിയെ ബേസ് ചെയ്ത് പ്രിൻറ്റേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്നാമത്തത് ഇമ്പാക്ട് പ്രിൻറ്റേഴ്സും രണ്ടാമത്തത് നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സും. ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ പ്രിൻറ്റിംഗ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ഹെഡ് അല്ലെങ്കിൽ നീഡിൽ ഇങ്ക് റിബണിൻ്റെ നേരെ അടിച്ചിട്ട് ഒരു മാർക്ക് പേപ്പറിൽ പതിപ്പിക്കും. ഇങ്ക് റിബൺ എന്ന് പറയുന്നത് വലിയ വിലയൊന്നും കൊടുക്കണ്ട, ചെറിയ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇങ്ക് റിബൺ അല്ലേ. ബാങ്കുകളിൽ ഷോപ്പുകളിലൊക്കെ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറയുന്ന ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നു. ഇമ്പാക്ട് പ്രിൻ്ററിൻ്റെ കാറ്റഗറിയിൽ ലൈൻ പ്രിൻ്ററും ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററും ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പാക്ട് പ്രിൻ്ററാണ്. ഈ പ്രിൻ്ററിൽ ഒരു മൂവിങ് മെക്കാനിക്കൽ കമ്പണൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ലെറ്റേഴ്സും പ്രിൻ്റ് ചെയ്യുമ്പോഴും നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ സ്ലോ ആയിട്ടുള്ള പ്രിൻ്ററാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിൻ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് പുവറാണ്. നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും, പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. പേപ്പറുകളുടെ ഇടയിൽ കാർബൺ പേപ്പർ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ അല്ലെ ഒന്നിലധികം കോപ്പീസ് ഒരു പ്രാവശ്യം നമുക്ക് എടുക്കാൻ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഷോപ്പിലെ ക്യാഷ് കൗണ്ടറുകളിലൊക്കെയാണ് ഈ പറയുന്ന ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ലൈൻ പ്രിൻ്ററും ഒരു ഇമ്പാക്ട് പ്രിൻ്റർ തന്നെയാണ്. ഫാസ്റ്റർ ആയിട്ടുള്ളൊരു പ്രിൻ്ററാണ്. ഒരു സമയം ഒരു ടൈമിൽ ഒരു റോ പ്രിൻ്റ് ചെയ്യുന്നു. 3000 ലൈൻസ് 3000 ലൈൻസ് പെർ മിനിറ്റ് വരെ പ്രിൻ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള പ്രിൻ്ററാണ് ലൈൻ പ്രിൻ്റർ എന്ന് പറയുന്നത്. നോൺ ഇമ്പാക്ട് പ്രിൻ്റർ ദേ ഡു നോട്ട് ടച്ച് ദ പേപ്പർ വൈൽ പ്രിൻറ്റിങ്. അതാണ് നോൺ ഇമ്പാക്ട് പ്രിൻ്ററിൻ്റെ പ്രത്യേകത. നോയ്സി അല്ല. നോൺ ഇമ്പാക്ട് കാറ്റഗറിയിൽ പെടുന്ന പ്രിൻ്ററാണ് ലേസർ പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്നൊക്കെ പറയുന്നത്. ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിനേക്കാളും നോൺ ഇമ്പാക്റ്റ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ ക്വാളിറ്റി ഓഫ് പ്രിൻറ്റിംഗ് ആണെങ്കിലോ ലേസർ പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി നമ്മൾ പ്രിൻ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഗുഡാണ്. പ്രിൻറ്റിംഗ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിനെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്ററാണ് ഈ ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ആണെങ്കിലോ പ്രിൻറ്റിംഗ് ക്വാളിറ്റി ഗുഡാണ്, എസ്പെഷ്യലി ഫോർ സ്മോളർ ഫോൺസ്, ചെറിയ ഫോണ്ടുകൾക്ക് പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി ഗുഡാണ്. അതുപോലെ തെർമൽ പ്രിൻറ്റേഴ്സ് ആണെങ്കിലും പുവർ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ഓഫ് ഇമേജസ് പ്രിൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പുവറാണ്. പക്ഷേ ഗുഡ് ക്വാളിറ്റി ടെക്സ്റ്റ് പ്രിൻറ്റിങ്ങിന് യൂസ് ചെയ്യാം നമുക്ക് ഇത് തെർമൽ. 3D പ്രിൻറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ന്യൂ ജനറേഷൻ ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. 3D ഒബ്ജക്ട്സ് പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ള ന്യൂ ജനറേഷൻ ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് 3D പ്രിൻറ്റർ. പ്ലാസ്റ്റിക് ടോയ്സ്, മെഷീൻ പാർട്സ്, ചോക്ലേറ്റ് കേക്ക്സ് ഇതൊക്കെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് 3D പ്രിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. Plotter is an output device used to produce hard copies of graphs and designs on paper. പേപ്പറിൽ നമുക്ക് ഹാർഡ് കോപ്പി ഗ്രാഫിൻ്റെയും ഡിസൈൻ്റെയും ഒക്കെ ഹാർഡ് കോപ്പി പ്രിൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് യൂസ് ടു പ്രിൻറ്റ് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പ്ലോട്ടേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യാറില്ല. ഗ്രാഫ്സ് ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയാണ് പ്ലോട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പ്ലോട്ടേഴ്സിൽ സ്പെഷ്യൽ പേന യൂസ് ചെയ്തിട്ടാണ് ഡ്രോയിങ്സ് പ്രിൻറ്റ് ചെയ്യുന്നത്. ആ പേന ഹെൽഡ് ചെയ്യാനായിട്ട് ഒരു ആമും ഉണ്ട്. മനുഷ്യൻ ഡ്രോ ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ അതിലും കൂടുതൽ സ്പീഡിലും ആക്യുറസിയിലുമൊക്കെ പ്ലോട്ടേഴ്സ് ഡ്രോ ചെയ്യും. മാപ്സ്, എൻജിനീയറിംഗ് ഡ്രോയിങ്സ്, ബിഗ് പോസ്റ്റേഴ്സ് ഒക്കെ ലാർജ് ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പ്ലോട്ടേഴ്സ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിസൈനേഴ്സ്, ആർക്കിടെക്ട്സ് ഒക്കെയാണ് പ്ലോട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് പ്ലോട്ടേഴ്സ് ഉണ്ട്, ഡ്രം പ്ലോട്ടർ ആൻഡ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടേഴ്സ്.
ഡ്രം പ്ലോട്ടറിനെ റോളർ പ്ലോട്ടർ എന്നുകൂടി അറിയപ്പെടുന്നു. ഡ്രം പ്ലോട്ടറിൽ ഒരു ഡ്രം ഓർ റോളറുണ്ട്. അതിന്മേലാണ് പേപ്പർ വെക്കുന്നത്. ആ ഡ്രം മുന്നോട്ടും പിറകോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാഫ് പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഈസ് ഓൾസോ നോൺ ആസ് ടേബിൾ പ്ലോട്ടർ. ടേബിൾ പ്ലോട്ടർ എന്നുകൂടി ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറിനെ അറിയപ്പെടുന്നു. റെക്ടാങ്കുലർ ഫ്ലാറ്റ് ബെഡ് ടേബിളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള പേപ്പറിൽ ഈ പ്ലോട്ടർ പ്ലോട്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെരി സ്ലോ ഇൻ ഡ്രോയിങ് ആൻഡ് പ്രിൻറ്റിങ് ഗ്രാഫ്സ് വരയ്ക്കാനായിട്ട് വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ ലാർജ് ഡ്രോയിങ്സ് പ്രിൻ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ കുറേ മണിക്കൂറുകൾ തന്നെ ഈ പ്ലോട്ടറിൽ വേണ്ടി വരുന്നു. സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസാണ് സ്പീക്കർ. പേഴ്സണൽ യൂസിനും പബ്ലിക് യൂസിനുമായിട്ടാണ് സ്പീക്കർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറുകളിൽ 2.1 സ്പീക്കർ സിസ്റ്റം, 5.1 സ്പീക്കർ സിസ്റ്റം, 7.1 സ്പീക്കർ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഈ പാർട്ടിൽ ഇൻപുട്ട് ഡിവൈസിൽ തന്നെ പോയിൻറ്റിംഗ് ഡിവൈസ് ആയിട്ടുള്ള ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, ഓഡിയോ വിഷ്വൽ ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള സ്കാനർ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാം, CCTVയും, ഇൻപുട്ട് കാർഡ് റീഡർ ആയിട്ടുള്ള സ്മാർട്ട് കാർഡ് റീഡർ, മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡർ, ഇൻപുട്ട് റീഡിംഗ് ടെക്സ്റ്റ് ഓർ കോഡ് ഡിവൈസസ് ആയിട്ടുള്ള ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, ഇൻപുട്ട് സെൻസർ ഡിവൈസ് ആയിട്ടുള്ള റിമോട്ട് കൺട്രോൾ, ബയോമെട്രിക് സെൻസർ തുടങ്ങി 18 ഇൻപുട്ട് ഡിവൈസുകളെ നാം പരിചയപ്പെട്ടു. ഔട്ട്പുട്ട് ഡിവൈസുകളിൽ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്, സൗണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ തന്നെ സോഫ്റ്റ് കോപ്പി എന്താണ്, ഹാർഡ് കോപ്പി എന്താണെന്ന് നാം കണ്ടു. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടുള്ള വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിൽ CRT മോണിറ്റർ, ഫ്ലാറ്റ് പാനൽ മോണിറ്ററുകളിൽ LCD മോണിറ്റർ, LED മോണിറ്റർ, OLED, പ്ലാസ്മ മോണിറ്റർ, അതുപോലെ തന്നെ LCD പ്രൊജക്ടറും, ഹാർഡ് കോപ്പി ഡിവൈസുകളിൽ പ്രിൻ്റർ, അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിൻറ്റേഴ്സ്, ഇമ്പാക്ട് പ്രിൻ്റർ, നോൺ ഇമ്പാക്ട് പ്രിൻ്റർ എന്നൊക്കെയാണ് നമ്മൾ കണ്ടു. ഇമ്പാക്ട് പ്രിൻ്ററിൽ തന്നെ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററും ക്ലൈൻ പ്രിൻ്ററും എന്താണെന്ന് മനസ്സിലാക്കി. നോൺ ഇമ്പാക്ട് പ്രിൻ്ററിൽ ഇൻജെറ്റ്, ലേസർ, തെർമൽ പ്രിൻ്റർ കൂടാതെ തന്നെ 3D പ്രിൻ്റേഴ്സിനെയൊക്കെ നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ പ്ലോട്ടറുകളിൽ ഡ്രം പ്ലോട്ടർ, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ തുടങ്ങിയ പ്ലോട്ടേഴ്സ് നാം കണ്ടു. സൗണ്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള സ്പീക്കർ, അങ്ങനെ ഏകദേശം 15ഓളം ഔട്ട്പുട്ട് ഡിവൈസുകളെ നാം മനസ്സിലാക്കി. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് PSSIVയുടെ സൈറ്റിൽ www.psscive.ac.in എന്നുള്ള സൈറ്റിൽ കയറി അവിടെ സ്റ്റുഡൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സ് എന്നുള്ള സെക്ടറിൽ ഇൻസ്റ്റലേഷൻ ടെക്നീഷ്യൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് പെരിഫറൽസ് എന്ന ജോബ് റോളിൽ ക്ലാസ് 11ൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അതിൽ തന്നെ യൂണിറ്റ് 1ൽ ചാപ്റ്റർ 3 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് നാം ചർച്ച ചെയ്തത്. ഈ ചാപ്റ്റർ 3 അവസാനിക്കുന്നിടത്ത് പ്രാക്ടിക്കൽ എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള പാർട്ടിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആർ ട്രൂ ഓർ ഫോൾസും അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ടീച്ചറിനോട് ചോദിക്കും.